ലിഫ്റ്റ് കൊടുക്കുന്ന ചില ഫ്രീക്കന്മാർക്കൊക്കെ ആണെങ്കിൽ അവർ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടാണ് വണ്ടിയിൽ കയറുക, ഇറങ്ങുന്നതും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും. നന്ദി സൂചകമായി ചിരിക്കുകയോ അവർ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യില്ല. പക്ഷെ എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ പുലർച്ചയ്ക്ക് ഇങ്ങനെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്തും എൻ്റെ വീട്ടിൻ്റെ അരക്കിണർ ബസ് സ്റ്റോപ്പിന് അവിടെ ഒരു വയോധികൻ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ചൊരു വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അദ്ദേഹം എന്നെ കാണുമ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോഴേ കൈ കാണിക്കും. ഞാനവിടെ നിർത്തും. വേച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് അദ്ദേഹം എൻ്റെ വണ്ടിയിൽ കയറും. 900 മീറ്റർ മാത്രം അകലെയാണ് പള്ളിയുള്ളത്. ആ 900 മീറ്റർ അകലെയുള്ള പള്ളിയിലേക്ക് എത്തുന്നത് വരെ അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോടെന്ന മട്ടിൽ അദ്ദേഹം പറയും, പുലർച്ചയ്ക്ക് സുബഹി ബാങ്ക് കൊടുത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസലാത്തു ഹൈറും മിനന്നൗ എന്ന് പറയുമ്പോൾ മക്കളെയൊക്കെ വിളിച്ചുണർത്തും നിസ്കരിക്കാൻ വേണ്ടി. ആരും എണീക്കില്ല. കുട്ടികൾ 2 ആൺകുട്ടികളുണ്ട്, 2 പേരും എണീക്കില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് റോട്ടിലേക്ക് വരും. വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ആ പുലർക്കാലത്ത് അദ്ദേഹം ഇങ്ങനെ വണ്ടിക്ക് കൈ കാണിക്കും. അദ്ദേഹം പറയും, മനുഷ്യരെ തിരിച്ചറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവർ നിർത്തും. അങ്ങനെ 900 മീറ്ററുള്ള ആ പള്ളിക്ക് മുമ്പിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറയും, അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറയും ആമീൻ. അത് മനസ്സിലാ പറയട്ടോ. ഇങ്ങനെ മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ നന്ദി സൂചകമായി ചിരിക്കുമ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാവുന്നത്.